സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് ഒരു അടിപൊളി ക്രാഫ്റ്റ് ചെയ്താലോ? ഇത് ഡെസ്ക് ഡെക്കോറാണ്, വാൾ ഡെക്കോറാണ്. എൻ്റെ പിൻട്രസ്റ്റിലാണെങ്കിൽ ഇത് കുറേ കാലമായി കിടക്കണം. അപ്പോൾ ഞാനും വിചാരിച്ചു ഒരു പേപ്പർ ഫോട്ടോ ഫ്രെയിം ഉണ്ടാക്കി കളയാമെന്ന്. ഒരു കളർ പേപ്പർ എടുക്കുക, ഇല്ലെങ്കിൽ A4 ഷീറ്റ് ഉണ്ടാവില്ലേ, അത് പെയിൻ്റ് അടിച്ചാൽ മതി. ഇനി ഒന്നുമില്ലെങ്കിൽ പഴയ മാത്സ് ബുക്കിൻ്റെ പേപ്പറെങ്കിലും ഉണ്ടാവില്ലേ, അതൊന്ന് പെയിൻ്റ് അടിച്ച് ഇതുപോലെയൊക്കെ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്കൊരു അടിപൊളി സാധനം ഉണ്ടാക്കാം കേട്ടോ. ഇതിൻ്റെ ഉള്ളിൻ്റെ മെഷർമെൻറ്റ് എടുത്തിട്ട് ഇതുപോലെ ഒരു പേപ്പർ കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് അതിൽ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. ഞാനിപ്പോൾ കുറച്ച് കോഡ്സൊക്കെ എഴുതി കൊടുക്കുകയാണ്. ഇതിൻ്റെ ഉള്ളിൽ പെയിൻറ്റിങ്ങോ ക്വില്ലിങ്ങോ എന്ത് ആർട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ വെക്കാം കേട്ടോ. ഈ വീഡിയോ കണ്ടാൽ ചിലപ്പോൾ ഇത് ഭയങ്കര ഡിഫിക്കൽട്ട് ആവുകയും ചെയ്യാമെന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ ഇത് ഭയങ്കര സിമ്പിളാണ് ചെയ്യാൻ. അത്രയധികം സപ്ലൈസും വേണ്ട, സിമ്പിൾ. ഫ്രെയിം ചുരുട്ടി വെക്കണ പരിപാടി കുറച്ച് നേരം പിടിച്ചു. അതൊന്ന് കറക്റ്റായി വരണ്ടേ. എനിക്കിപ്പോൾ ഒന്ന് ഫെവിക്കോളൊന്നും ഇഷ്ടമില്ല ഉണ്ടായി. എനിക്കിങ്ങനെ പെട്ടെന്ന് കാര്യം തീർക്കണം, അങ്ങനത്തെ ഒരു ഗ്ലൂ വേണം. അങ്ങനെ ഫെവിക്വിക്ക് വെച്ചിട്ടൊക്കെയാണ് ഈ എഡ്ജ് ഭാഗം ഞാൻ ഒട്ടിച്ചത്. എഡ്ജിലാണെങ്കിലോ ആ ഫെവിക്വിക്കിൻ്റെ പാടുമായി. വെറുതെ ഫ്രെയിം മാത്രമായപ്പോൾ എന്തോ പോലെ തോന്നി. അതുകൊണ്ട് കുറച്ച് സ്റ്റിക്കറും കൂടെ ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. സ്റ്റിക്കറൊക്കെ ഉണ്ടാക്കി കളർ കൊടുത്ത് വരുമ്പോഴേക്കൊരു നേരമാവും. എനിക്കാണെങ്കിലോ അക്രലിക് പെയിൻറ് ഇല്ലാണ്ട് ഒന്നും നടക്കില്ല. അല്ലെങ്കിലും ഈ ഫ്രെയിമിലൊക്കെ അത്യാവശ്യം കളർ ഉണ്ടല്ലോ, അപ്പം ഞാൻ വിരിച്ചു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കാമെന്ന്. അങ്ങനെ സംഭവം ഒത്തു വന്നിട്ടുണ്ട്. ഇനി ഇതുപോലത്തെ ക്യൂട്ട് ആൻഡ് അസ്തറ്റിക് ആയിട്ടുള്ള സിമ്പിൾ DIYs വേണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഈ സംഭവം അടിപൊളിയായി ഉണ്ടോ എന്നുള്ളത് കമൻസിൽ പറയണേ. ടാറ്റാ.